ബിഗിനേഴ്സിന് പറ്റിയ ഒരു അടിപൊളി സ്കിൻ കെയർ റുട്ടീനായിട്ടാണ് ഞാനിന്ന് വന്നിട്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പോലെയുള്ള, അതായത് നമുക്ക് കുറേ കാശൊന്നും കൊടുത്ത് വാങ്ങാൻ പറ്റാതെ കുറച്ച്, അതായത് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് സ്കിൻ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ചന്ദ്രികാൻ്റെ ഫേസ് വാഷാണ്. ഈ ഫേസ് വാഷിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോംസ്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫേസ് വാഷായിരുന്നു. ബട്ട് അതെന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, ബട്ട് അതിന് എന്താ പറയുക, ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. ജസ്റ്റ് ബ്രൈറ്റനായിട്ട് കാണും. പിന്നെ എനിക്കെന്തോ അത് പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തു. ഇതിനാകെ 63 റുപ്പീസ് മാത്രമാണ് വരുന്നത്. വെറും 63 റുപ്പീസിൽ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഫേസ് വാഷ് കിട്ടും. ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫോമിങ് ഫേസ് വാഷാണ്. നമുക്ക് സ്കിന്ന് ഇത് വാഷ് ചെയ്തപ്പോൾ നമ്മുടെ സ്കിൻ എന്ത് ചെയ്യും, ബ്രൈറ്റനായിട്ട് തോന്നും. അപ്പോൾ നല്ലൊരു ഫേസ് വാഷാണ്. ബിഗിനേഴ്സിന് പറ്റിയ ഒരു 63 റുപ്പീസേ ഉള്ളൂ. അണ്ടർ 100ന് ഇത് കിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഈ മോയ്സ്ചറൈസർ എന്തെന്ന് പറഞ്ഞാൽ നല്ലതാണ്. മീൻസ് എന്താ, നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിൻ ടൈപ്പുള്ളവർക്കൊക്കെ നല്ലതാണ്. കാരണം നമ്മുടെ ഫേസ് പ്രത്യേകിച്ചൊരു ഓയിൽനെസ് തോന്നിക്കില്ല, നല്ലോണം ഓയിലി ആയിട്ട് തോന്നിക്കില്ല. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വരാനും. അതേപോലെ തന്നെ മുമ്പ് 120 റുപ്പീസിനായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 130 ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ കവർ എന്തോ ചേഞ്ച് ആയിട്ട്. ബട്ട് വേർത്താണ്. അത് നന്നായിട്ട് ഫേസിലേക്ക് ഒരുപാട് പേർക്ക് ചേരും. പിന്നെ ഒരുപാട് റിവ്യൂ കേട്ടിട്ടുണ്ട് എനിക്ക് ഇത് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം, അപ്പോൾ പ്ലം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പ്ലമ്മിൻ്റെ ലിപ് ബാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ഒന്നും പോയിപ്പിക്കില്ല. റെഡിഷ് കളർ ഇവിടെ മാത്രം തരും, അല്ലാതെ ഇവിടെയൊക്കെ അതേപോലെ ഉണ്ടാവും. ജസ്റ്റ് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഇട്ട് കുറച്ച് സമയം അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു മാറ്റ് ഫിനിഷ് ലുക്കൊക്കെ തരുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് തന്നെ ഒരു ലിപ് ബാം ഇട്ടൊരു ഫീലൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റ് സൺസ്ക്രീനാണ്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീനാണ്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ലാക്മിയുടെ 99 റുപ്പീസിൻ്റെ. അത് നമ്മുടെ എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ 100ന് താഴെയായിട്ട് കിട്ടുന്ന സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ, ഒരു സൺസ്ക്രീൻ കിട്ടണമെങ്കിൽ 100ൻ്റെ താഴെ ലാക്മി മാത്രമാണ് വരാം. ഇതെന്താ, ഡീകൺസ്ട്രക്റ്റിൻ്റെ. അപ്പോൾ ഞാനിത് അതിൽ നിന്ന് വേറെ കുറേ സൺസ്ക്രീൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സ്റ്റിക്കായതൊന്നാണ്. കാരണം ഇത് ഓയിലി ആവില്ല, ഫേസിന് നല്ലൊരു എന്താ പറയുക, റിഫ്രഷിങ് ഫീലും. അതേപോലെ തന്നെ സൂപ്പറാണ്. ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, ഞാൻ അത് മുകളിൽ കൊടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ്, അങ്ങനെയല്ല എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫൗണ്ടേഷൻ. അപ്പോൾ നിങ്ങളിത് കണ്ടാൽ വിചാരിക്കും ഇത് ഹെൽത്തി മിക്സിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. പക്ഷേ ഈ ഫൗണ്ടേഷൻ എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്നതാണ്. അത് തീർന്നപ്പോൾ ഞാൻ ഫിറ്റ്മീൻ്റെ ഫൗണ്ടേഷൻ വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ കവറ് എന്തോ കാരണവശാൽ അത് മുറിഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ഈ ബോട്ടിലാക്കിയിട്ട് വെച്ചു. അത്രയേ ഉള്ളൂ, ഈ ബോട്ടിലാക്കി വെച്ചു. അപ്പോൾ ഇത് കാണിക്കുകയാണെങ്കിൽ സൂപ്പറാണ്, നല്ല ടെക്സ്ചറാണ്, നല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ജസ്റ്റ് ഒന്ന് നമ്മളതിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റനായിട്ട് കാണും. നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്, ഇട്ട ഭാഗത്തും ഇടാത്ത ഭാഗത്തും. ഇതിന് ഞാൻ അന്ന് കൊടുത്തത് 299 എന്തോ. ഓക്കെ, അടുത്ത് കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ മെയിനായിട്ട് കൺസീലർ. അതായത് ഡാർക്ക് സർക്കിൾസ് നമ്മളെ പോലെയുള്ള ഒരുപാട് പേർക്ക്, നമ്മൾ പറയില്ല, രാത്രി ഫോൺ നോക്കുന്നവരും അതേപോലെ ഇത് ഉറങ്ങാൻ കൃത്യമായിട്ട് കഴിയാത്തവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. കൺസീലർ അല്ലാത്തവരും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം കണ്ണിൻ്റെ അടി കറക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ ഒരു ബ്രഷ് ടൈപ്പായിട്ടാണ് വരുന്നത്. ഇതിനെങ്ങാനും 99 റുപ്പീസേ ഉള്ളൂ. ബട്ട് എന്തെന്ന് വെച്ചാൽ ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. കാരണം എനിക്കത്ര എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരാത്തതോ എന്തോന്നറിയില്ല, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഇത്. കാരണം ഒരു എന്തോ എടുത്ത് ഇട്ട പോലെ ഒക്കെ കാണും. പിന്നെ എനിക്കത് അത്ര ഡാർക്ക് സർക്കിൾസ് പോയതുപോലെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലൈനർ ഡാസ്ലറിൻ്റെ ഒരു ലൈനറാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട പ്രൊഡക്ട്സാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഡാസ്ലറിൻ്റെ ഒരു ലൈനർ ഇതിനിപ്പോൾ 50 റുപ്പീസ് ആയിട്ടുണ്ട് ഗൈസ്. പണ്ട് 35 രൂപക്ക് കിട്ടുന്ന സാധനം ഇപ്പോൾ 50 റുപ്പീസായി. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട ഒന്നുള്ളത് മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഗേൾ പവർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ ഇത് ഞാൻ
275 കൊടുത്തു. പക്ഷേ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം ചിലർക്ക് നല്ല ഷെയ്ഡൊക്കെയാണ്. ബട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഈ ഷെയ്ഡ് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസീവാണ്. എക്സ്പെൻസിന് ഉള്ളത് അത്ര ഒന്നുമില്ല, കാരണം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഓക്കെയാണ്, കാശുള്ളവർക്ക് വാങ്ങാം, നല്ല കാശുള്ളവർക്ക് വാങ്ങാം. ഒരു പക്കാ ന്യൂഡല്ല, പക്ഷേ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള കളറാണ്. പിന്നെ ഡാസ്ലർ, ഇതിനിടക്ക് ഒരു ട്രെൻഡിങ്ങിൽ വന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. കാരണം എല്ലാ സ്കിൻ ടോണും ചേർന്ന് പോകുന്ന, ബട്ട് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡ് ആക്കും. അതുകൊണ്ട് ഇത് കുറച്ച് എന്താ പറയുക, നന്നായിട്ട് കാണുന്നുള്ളവർക്ക് ഇതൊക്കെ നല്ല ഒരു ഓപ്ഷനാണ്. ബട്ട് പിഗ്മെൻറ്റഡ് ആക്കും. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം പോകുന്നിടത്തൊക്കെ ഇടാൻ ഓക്കെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന കുറച്ചും കൂടി ഡാർക്ക് ബ്രൗണി ഡസ്കി പോലെയുള്ള ഒരു കളറാണ്. പിന്നെ ഒരു ലിപ്സ്റ്റിക് എൻ്റെ ഉണ്ട്, പക്ഷേ ഇത് ഞാൻ 120 എന്തോ റുപ്പീസ് കൊടുത്ത് വാങ്ങുക. ഈ ഒരു ഷെയ്ഡാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് കളറാകുന്നുണ്ട്. ഇത് ഞാൻ ഇടും, എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇടും. ഓക്കെ, അത്ര ഇതൊന്നും വേണ്ട, ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് മതി. പിന്നെ അത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ കണ്ടപ്പോൾ വാങ്ങിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് സജസ്റ്റ് ചെയ്യാനുള്ള 3 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് മോയ്സ്ചറൈസർ, അത് ഈ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. പിന്നെ സൺസ്ക്രീന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ പറയും. പിന്നെ ബിഗിനേഴ്സിനാണ്. ഓക്കെ, പിന്നെ അവർക്ക് വേണ്ട ഫേസ് വാഷ് ആണെങ്കിൽ സിമ്പിളിൻ്റെ ഫേസ് വാഷ്, അതേപോലെ ക്ലെൻസർ ആണെങ്കിൽ സെറ്റാഫിലിൻ്റെ ക്ലെൻസറൊക്കെ നല്ലതാണ്. പക്ഷേ സെറ്റാഫിലൊക്കെ എക്സ്പെൻസീവാണ്. അപ്പോൾ കുറേ പേർക്ക് അത് വാങ്ങാനുള്ള ഇതുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ക്ലെൻസർ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു നോർമൽ ഫേസ് വാഷ് വെച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ എനിക്ക് പരിചയപ്പെടുത്താൻ മറന്നുപോയി, എൻ്റെ പേര് മെഹനാസിയ. ഞാൻ ഇന്ന് ന്യൂ ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ.